വെറും രണ്ടേ രണ്ട് സാധനങ്ങൾ കൊണ്ട് ഒരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കി നോക്കാം. മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് എരിവിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം മധുരമാണ്. ഇന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോഴാണ് വീട്ടിലെ ചെറുപയറും പപ്പടാന്ന് കണ്ടത്. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്ന ചെറിയൊരു ഐറ്റമാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇപ്പോൾ എൻ്റെ പ്രധാന ആയുധം എന്ന് പറഞ്ഞാൽ കുക്കറാണ്. കുക്കറിലാണ് ഇപ്പോൾ എല്ലാ സാധനവും ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള ശർക്കര ഇടാം. ഇതിലോട്ട് വെള്ളം ഒഴിക്കരുത്. അതൊന്ന് ഉരുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകമില്ലേ, ജീരകത്തിൻ്റെ പൊടിയോ ഏലക്കപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് അതൊന്ന് ഉരുകി വരാൻ നേരത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അത്ര ആവശ്യമില്ല. നിങ്ങൾ എടുക്കുന്ന ശർക്കരയുടെ അനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുപയർ ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിൽ തേങ്ങ ചേർത്തതുകൊണ്ട് ഞാൻ എക്സ്ട്രാ തേങ്ങ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ ചേർക്കാത്തവരാണെങ്കിൽ കുറച്ച് തേങ്ങ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ആവശ്യത്തിലുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർക്കാം. ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.